ഇപ്പം ടൈം ഇവിടെ 9:30 മണിയായി രാത്രിയിൽ. നല്ല കാറ്റാട്ടോ. എന്തൊരു കാറ്റാ, പറക്കാ നോക്കിക്കേ. ഇത് ചൊറിഞ്ഞണോ നോക്കിയത്, ചൊറിഞ്ഞു. തടിച്ചല്ലേ? ആ തടിച്ച്. എന്താടി പാക്കിംഗ് ഒക്കെ? ഏകദേശമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. വെതർ നോക്കിയിട്ട് സണ്ണിയാണ് കാണിക്കുന്നത്, പക്ഷെ ഇനി ചെറുതായിട്ട് ക്ലൗഡി കാണിക്കുന്നുണ്ട്. ഞാൻ ഈ സാധനം എടുത്തു തപ്പിയപ്പോഴാണ് കണ്ടത്. ഇത് ഇനി കഴിഞ്ഞ വർഷം വാങ്ങിച്ച സാധനമല്ലേ ഇത്? എന്താണെന്ന് പറഞ്ഞില്ലല്ലോ നമ്മള്. അപ്പോൾ നാളെ ഞങ്ങൾ പോകുന്നത് ഒരു ഹൈക്കിനാണ്. അപ്പോൾ ഇതുള്ളത് പീക്ക് ഡിസ്ട്രിക്ട്. പീക്ക് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് അതായത് ഏകദേശം ഇവിടുന്ന് അതായത് ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 3.5-4 മണിക്കൂറുണ്ട് ട്രാവൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വണ്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടിക്കായിരിക്കും പോകുന്നത്. മോംടോർ അല്ല, മോംടോർ ആണോ? ഓക്കെ. മോംടോർ എന്ന് പറയുന്ന ഒരു ഹൈക്ക് ഏരിയ ആണ് ബേസിക്കലി. അത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ അവിടേക്ക് എന്തായാലും ഹൈക്കിന് പോകാന്ന് വെച്ചു. ലാസ്റ്റ് നമ്മൾ സ്കോട്ട്ലൻഡിൽ അങ്ങനെ ഹൈക്കിന് വരുന്നത് വിന്റർ ടൈം ആയിരുന്നു. അപ്പൊ ഭയങ്കര നമുക്ക് ഫിസിക്കലി നമ്മൾ ഭയങ്കരമായിട്ട് പ്രിപ്പറേഷൻസ് വേണം. ബട്ട് ഇപ്പൊ സമ്മർ ആണ്, കാഴ്ചകളും അടിപൊളിയായിരിക്കും. നമുക്ക് നോർമൽ ക്ലോത്ത്സ് ഇട്ടാൽ മതി. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ബേസിക്കലി പോകാനായിട്ട്, അല്ലേ? അതെ, ഞങ്ങൾ സമ്മർ ടൈമിൽ ഇതുവരെ ഹൈക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വിന്റർ ടൈമിലാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. വിന്ററിൽ ചെയ്ത് കഴിയുമ്പോൾ പ്രശ്നം ഈ തണുത്ത കാറ്റ്, തണുപ്പ്. പക്ഷെ അത് വേറൊരു വൈബാണ് കേട്ടോ. ഞങ്ങള് കഴിഞ്ഞ നവംബർ ലാസ്റ്റ് ഡിസംബർ ആ സമയങ്ങളിൽ ഒരു 5 ദിവസം സ്കോട്ട്ലൻഡ് ഹൈലൻഡ്സ് പോയായിരുന്നു. അപ്പോൾ ഹൈക്കിങ് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ് തണുപ്പത്തുള്ളത്. പക്ഷേ ഇത് സമ്മറിലാണ്. സമ്മറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യമായിട്ടാണ് സമ്മറിൽ ഒരു ഹൈക്കിന് പോകുന്നത്. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം വലിയ ജാക്കറ്റ് വലിച്ചു കയറ്റണ്ട, ഫ്രീ ആയിട്ട് നടക്കാം. അത് വേറൊരു സുഖമാണ്. അപ്പൊ എന്തായാലും ആ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയില്. ഞങ്ങളുടെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക്. അങ്ങനെ ഞങ്ങൾ പാക്കിംഗ് ഒക്കെ തീർത്തു. രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയി, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അങ്ങനെ വലിയ പാക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഇത് ചുമ്മാ 2-3 ഉടുപ്പ്, പിന്നെ കുറച്ച് സ്നാക്സ്, കുറച്ച് വെള്ളം, അത്രേ ഉള്ളൂ. കാരണം ഇപ്പൊ സണ്ണി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ക്ലൗഡിയാണ് ഫുള്ളും കാണിക്കുന്നത്. അതുകൊണ്ട് നനയാണ്ടിരിക്കാനും കുറച്ച് ഭക്ഷണം കഴിക്കണമല്ലോ, സ്നാക്സ് ഒക്കെ, അതൊക്കെ എടുത്തു വെച്ചു, അത്രേ ഉള്ളൂ. അതെ, ഇതൊരു 1 ഡേ ട്രിപ്പാണ്. അപ്പോൾ 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് വലിയ പാക്കിംഗ് ഒന്നുമില്ല, വളരെ മിനിമൽ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവർ ഉടനെ തന്നെ എത്തും. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയിൽ വെച്ച് കാണാം. യെസ്, അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങി. പകുതിയോളം, ഇനി ഒരു 1.25 മണിക്കൂറും കൂടി ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് വണ്ടിയിലുണ്ട്. അരുൺ ചേട്ടൻ, അപർണ, ഇതും അപർണ, 2 അപർണമാരാണ്. ഞങ്ങൾ ബേസിക്കലി ഒരു ഹൈക്കിംഗ് ഒക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഭയങ്കര ക്ലൗഡിയാണ്, ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താവും ഒരു പിടിയില്ല. ഇപ്പോൾ മോട്ടോർവേ യാത്രയാണ്. മോട്ടോർവേ യാത്ര കുഴപ്പമില്ല. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇന്ന് കുറച്ചും കൂടെ നേരത്തെ എത്തേണ്ടതായിരുന്നു. ഇവിടെ സർവീസസിൽ നിർത്തിയപ്പോഴേ ഒരു വെറൈറ്റി സാധനം കണ്ടു. കാർ പെർഫ്യൂം ഡിസ്പെൻസർ കണ്ട. നമ്മൾ സാധാരണ പെപ്സി, കൊക്കോളൊക്കെ അല്ലേ കണ്ടുള്ളൂ. കൊള്ളാം. വലിയ വിലയില്ല കേട്ടോ, £4.95. ഈ റോഡിൽ എന്തുകൊണ്ട് എത്ര സ്ലോ ആയി പോകുന്നതെന്നറിയോ? ഇവിടെ ഒരാൾ പോകുന്നുണ്ട് സൈക്കിളിൽ. ഇവിടെ സൈക്ലിസ്റ്റിന് ഭയങ്കര പ്രയോറിറ്റിയാണ്. ഒരാൾ പോകുന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ഡിസ്റ്റൻസ് ഇട്ടിട്ടേ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മൾ നമ്മുടെ ഹൈക്ക് ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വഴിക്കൊരു അടിപൊളി സീനറി ഉണ്ട്. ഇതാണ് ഹെഡ്സ്റ്റൺ വയഡക്റ്റ്. 1863 റിവർ വൈഡ് കുറുകെ പണിത ഒരു റെയിൽവേ ബ്രിഡ്ജാണ്. പണ്ട് ഞങ്ങളെ ഈ വാഗമണ് അതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ജസ്റ്റ് ഫാമിലി ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കിനും രാവിലെ വീട്ടിൽ നിന്ന് ഇഡലി, ചമ്മന്തി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊതിഞ്ഞെടുത്തോണ്ട് വരിക. പക്ഷെ ഇപ്പം അതിൻ്റെ ഒരു പരിഷ്കരിച്ച വേർഷനാണ് ഞാൻ കാണിക്കാം. എന്തൊക്കെയാണ്? നല്ല മനസ്സിന് ഒരുപാട് നോക്കട്ടെ.
അത്യാവശ്യം വലുതാണല്ലോ. ബർഗറാണ് ഇവിടെ ഉണ്ടാക്കി തന്നേക്കുന്നത് നമുക്ക് വേണ്ടി. ഇതെന്താ ഇത്? ചിക്കനാ? ഇത് ചിക്കനും എഗ്ഗും ഉണ്ട്. നല്ല നാടൻ ഏലക്ക ഇട്ട കോഫി, ചായ. നല്ല മണമുണ്ട്. അപ്പം ഞങ്ങൾ ചെറുതായിട്ടുള്ള ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാക്കി യാത്ര തുടരുക. അടിപൊളി സീനറി കേട്ടോ ഈ കാണുന്നത്. അപ്പം ഞങ്ങളൊരു വാലി ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആ പൊട്ട് പോലെ ആ മലയിൽ കാണുന്നതൊക്കെ ചെമ്മരിയാടുകളാണ്. ഇഷ്ടംപോലെ ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. സമ്മറൊക്കെ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ചെറിയ വില്ലേജുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം ഒരു 100, 200, 250 വർഷങ്ങൾക്ക് മുമ്പുള്ള കെട്ടിടങ്ങൾ. അപ്പോൾ അതെല്ലാം ഈ കരിങ്കല്ല് പോലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ, മംടോർ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അടിപൊളിയല്ലായിരുന്നു? അപ്പോൾ ഇച്ചിരി കയറി നിന്ന്. അപ്പോൾ ഇതിന് പല എൻട്രൻസ് ഉണ്ട്. ഈ അറ്റത്തുണ്ട്, അങ്ങേ അറ്റത്തുണ്ട്, പിന്നെ അവിടെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇതിലെ കൂടെ കയറാം അല്ലേ? ഇത് കുഴപ്പമില്ലല്ലോ. നമ്മുടെ ഊട്ടി പൂ പോലത്തെയൊക്കെ പൂവല്ലേ ഇത്? അയ്യോ എനിക്ക് അറിഞ്ഞൂടാ. Hi guys, welcome to Mamtor. അയ്യോ പകുതിയായപ്പോൾ തന്നെ കതച്ചു മുടക്കി. അയ്യാ നല്ല കാറ്റാട്ടോ. എന്തൊരു കാറ്റാ, പറക്കാ. അപാര കാഴ്ച കേട്ടോ ഇവിടെ, ഒരു രക്ഷയില്ല. ഇത് ക്യാമറയിൽ എത്രമാത്രം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡെപ്ത്ത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അടിപൊളി വ്യൂസ് ഇവിടെ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞോട്ട് ഞങ്ങൾ വന്നപ്പോഴേ ഇങ്ങനെ പൊക്കത്ത് കയറാനായിട്ടുള്ള ഫുൾ പ്രിപ്പറേഷൻസ് ഒന്നുമല്ല വന്ന. മറ്റേ നോർമലുള്ള ഡ്രസ്സും പിന്നെ കുറച്ച് വിന്റർ ഓട്ടം ടൈം ആയിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് പിന്നെ തണുപ്പൊന്നും കയറാൻ പറ്റില്ല. പക്ഷെ ഇതിപ്പോ സൂപ്പർ കേട്ടോ, ആ സമ്മറിന്റെ ഫുള്ള് അല്ലേ. പക്ഷെ ഇത്തവണ എല്ലാം ഞങ്ങൾ കുറേയൊക്കെ പ്രിപ്പയർഡ് ആയിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി കാറ്റുണ്ടെന്നുള്ളൂ അല്ലേ. അരുൺ ചേട്ടൻ വീഡിയോ ഒക്കെ എടുത്ത് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്ത് വിടുന്നുണ്ട്. ചേട്ടൻ ഫോട്ടോഗ്രാഫിയിൽ അങ്ങ് തിരക്കിയായിട്ട് നിൽക്കുക. അരുൺ ചേട്ടാ, കഴിഞ്ഞ ആളെ ഇവിടെ കയറാൻ പറ്റാത്തതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലേ? നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ചേട്ടൻ, സൂപ്പർ നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞങ്ങൾ എന്തായാലും ഒരു ദിവസം ഇവിടെ അല്ല എവിടെയെങ്കിലും ഒരു ടെന്റ് അടിച്ച് വൺ ഡേ അല്ലേ ക്യാമ്പിംഗ് എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം വന്നേ, എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു സമാധാനം അല്ലേ. കാരണം നാട്ടിൽ നിന്ന് വന്നിട്ട് ഫുള്ള് ഷിഫ്റ്റ് ഭയങ്കര റഷായിരുന്നു. ഒരു നമുക്ക് മെൻ്റൽ പീസ് ആയിട്ടില്ല. പിന്നെ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നേ. അതിനുശേഷം ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഭയങ്കര ഒരു സുഖം, ഭയങ്കര തണുത്ത കാറ്റൊക്കെ, നല്ല രസമുണ്ട്. അതെ, കാരണം ഇന്നിപ്പോൾ ഏകദേശം 4 മണിയായി. 4 മണിയായിട്ടും അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. അത്യാവശ്യം എന്ന് പറയാൻ പറ്റില്ല, കാരണം UK സമ്മർ ടൈമാണ്. സമ്മറിൽ ഏകദേശം വൈകിട്ട് ഒരു 8:30, 9 ഒക്കെ ആകുമ്പോഴേ ഹാഫ് 9 ഒക്കെ ഉണ്ട്. ഹാഫ് 9 വരെയൊക്കെ അത്യാവശ്യം വെട്ടമുണ്ട് ഇപ്പോൾ. ഓക്കെ, രാത്രിയിലെ കാര്യമാണ് അത്ര നേരം വെട്ടമുണ്ട്. അത് കാരണം ഇച്ചിരി ലേറ്റായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാലും ഒരു കുഴപ്പമില്ല. സുഖമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, സ്ഥലം എൻജോയ് ചെയ്യാം അല്ലേ. ഇതിപ്പോൾ ക്ലൗഡി ആയതുകൊണ്ടാണ്. സണ്ണി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ നല്ല ബ്രൈറ്റ് ഫോട്ടോസൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, പക്ഷെ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു സുഖം, നല്ല രസമുണ്ട് അല്ലേ. അതെ, ഇനിയിപ്പോൾ എന്തായാലും ഇവിടുത്തെ സൺസെറ്റിൻ്റെ ആ ഒരു എന്താണ് ഗോൾഡൻ അവറും കൂടെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അതെ, സൺസെറ്റിന് സൺ വരുന്നുണ്ടെന്നാ അരുൺ ചേട്ടൻ അടുത്ത് പറഞ്ഞത്. അരുൺ ചേട്ടനോട് പറഞ്ഞിരുന്നു. ശരി,
ശരിക്കും പൊക്കത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാർത്തിക് ദേ അവിടെ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. അവിടെ ഒരു ഫാമിലിക്ക് അരുൺ ചേട്ടനും അപർണയും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇത് നല്ല രസമുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ കഴിഞ്ഞ വിട്ട നോർത്തേൺ അയർലൻഡ് പോയപ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലത്തല്ലേ നമ്മൾ പോയ ടോർ എന്ന് പറഞ്ഞിട്ട്. അതെ, എല്ലാം ഈ UK ലാൻഡ്സ്കേപ്പ് ആയിട്ട് കാണാനൊക്കെ ഏകദേശം എല്ലായിടും ഒരുപോലെ തന്നെ. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. സമ്മർ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ട്രക്കിങ്ങിന്. നല്ല ഇഷ്ടംപോലെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉള്ളവരുടെയൊക്കെ ഒരു ഭാഗ്യമില്ലേ. കാരണം എപ്പോഴും അവർക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് കാരണം ഞങ്ങളിവിടെ ബീച്ച് ആയതുകൊണ്ട്, നമ്മൾ ആലപ്പുഴയല്ലേ, ബീച്ച് ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ടൈമിന് ബീച്ചിൽ പോയിരിക്കുന്ന കണക്ക് ഇവിടെ എല്ലാവരും വന്ന് ഫാമിലി ആയിട്ട് ഇവിടെയൊക്കെ കുറേ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലീസൊക്കെ കൂടെ ഇവിടെ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ചേട്ടനല്ലേ മല്ലു ഫോട്ടോഗ്രാഫർ? ചേട്ടനല്ലേ ആ വാറ്റ്ഫോർഡ് ബേസ്ഡ് ഫോട്ടോഗ്രാഫർ? ചേട്ടനല്ലേ? അല്ല, ചേട്ടനാണ്. ഒരു ഫോട്ടോ എടുത്തു തരുമോ ചേട്ടാ? സൂപ്പർ വ്യൂ കേട്ടാ. ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ മൊംടോറിന്ന് തിരിച്ചിറങ്ങുവാണേ. ഇനി നമ്മൾ പോകുന്നത് അവിടെ കണ്ടോ, അതാണ് വിനറ്റ് പാസ്. അതൊരു 2 മലകളാണ്. 2 മലകൾക്കിടയിലൂടെ ഒരു ഹൈവേ പാസ് ചെയ്യുന്നുണ്ട്. അവിടേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പുവിൻ്റെ എവിടെ നിന്നാടി? ഞാൻ ആക്ച്വലി കുറച്ച് ലാഭത്തിന് എൻ്റെ ഈ ഹൈക്കിംഗ് ബൂട്ട്സ് സ്പോർട്സ് ഡയറക്റ്റിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷെ ഉണ്ടല്ലോ, മേടിച്ച് ഫസ്റ്റ് ഹൈക്കിൽ തന്നെ, അതായത് കുറച്ച് മാസങ്ങളായി, 6-7 മാസമായി. അപ്പോൾ ആ ഹൈക്കിൽ കുറച്ച് മഴയും നനഞ്ഞ ഫ്ലോറൊക്കെ ആയിരുന്നു. അന്ന് തന്നെ വെള്ളം കയറി. ചാത്തൻ സാധനമായിരുന്നു. ഏകദേശം ഒരു 20-25 പൗണ്ട്സ് ആണ്ട് ഇതിനുണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യാൻ. ഞങ്ങൾ മംടോറിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത് വിനറ്റ് പാസിൻ്റെ മേളിൽ കയറാനായിട്ടുള്ള പ്ലാനാണ്. വിനറ്റ് പാസ് ഇവിടെ നോക്കിയാൽ കുറച്ച് കാണാം, അങ്ങ് ദൂരെ. എന്തായാലും ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. വാക്കിംഗ് എത്ര നേരം കാണിക്കുന്നത്? 20 മിനിറ്റ്സ്. എങ്ങനെ നടന്നാ? ആ വണ്ടിക്ക്? എന്നാൽ പിന്നെ നടന്നു പോവാ അല്ലേ? അപ്പോൾ ഓക്കെ അല്ലേ നടക്കാൻ? അപ്പോൾ വിനറ്റ് പാസിൻ്റെ അങ്ങോട്ടേക്ക് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ വഴി കറക്റ്റാണോ എന്നൊന്നും അറിയില്ല, പക്ഷേ ഒരു ഏകദേശ ധാരണ വെച്ചിട്ട് അങ്ങോട്ട് പോവാം. ആയിരിക്കുമെന്ന് വിശ്വസിക്കാം. ഇതുവഴി അങ്ങ് പൊക്കത്തേക്ക് പോകണം. പക്ഷെ നടക്കാനായിട്ട് സ്റ്റെപ്പ് പോലും ഒന്നുമില്ല. ബട്ട് ഒരു സ്ലിപ്പറി സ്ലോപ്പി ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ കയറി നോക്കാം അല്ലേ? ഇത് ചൊറിഞ്ഞണോ നോക്കിയത്? ചൊറിഞ്ഞു. തടിച്ച് സാരമില്ല.
പറക്കുന്നു. പറക്കുക. ഇപ്പോൾ വിനറ്റ് പാസിൻ്റെ മേളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിനി പതിയെ ഇറങ്ങുകയാണ്. ഇപ്പോൾ 7 മണിയായി, 7 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പിടിക്കാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി ലേറ്റാവും എത്താൻ. ഇനിയിപ്പോൾ നാളെ എല്ലാവർക്കും ഓഫാണ്. ഇപ്പോൾ ഇച്ചിരി ലേറ്റായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളെന്തായാലും ഇറങ്ങാം. ഇനിയിപ്പോൾ തിരിച്ചു പോകാനായിട്ട് വണ്ടി കുറച്ച് ദൂരെയാണ് ഇട്ടിരിക്കുന്നത്. ഈ മല കണ്ടില്ലേ, ആ മലയുടെയൊക്കെ അപ്പുറത്തായിട്ടാണ് വണ്ടി കിടക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ വരെ പോകണം. അതിന് ഫസ്റ്റ് ഈ മല ഒന്ന് ഇറങ്ങണം. മല ഇറങ്ങി താഴെ കൂടെ പോണ റോഡ് കണ്ടില്ലേ, ആ റോഡിൻ്റെ സൈഡിലെത്തണം. ആ റോഡ് ഫോളോ ചെയ്ത് ഈ മലയുടെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് വണ്ടി എടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തെത്തി. നല്ലൊരു വാക്കായിരുന്നു കേട്ടോ. നമ്മളിവിടെയും കയറി, പിന്നെ കാണത്തില്ല, കുറച്ചങ്ങ് ചെല്ലുമ്പോൾ അവിടെയായിട്ടുള്ള വിനറ്റ് പാസ് എന്ന് പറയുന്ന ഏരിയയിലും കയറി. അപ്പോൾ ഞങ്ങൾ തിരിച്ചുള്ള യാത്ര തുടങ്ങി. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മൾ നേരത്തെ കയറിയ വിനറ്റ് പാസിൻ്റെ ആ ഭാഗത്തൂടെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഫേമസ് ആയിട്ടുള്ള വിനറ്റ് പാസിലൂടെയുള്ള യാത്ര. നമ്മളിതാ അവിടെ ആ മേളിൽ കാണുന്ന മലകളിലൊക്കെയാണ് കയറി. വിനറ്റ്സ് പാസ് പേക്ക് ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണിത്. ഈ കാണുന്ന 2 ലൈംസ്റ്റോൺ മലകൾക്കിടയിലൂടെയുള്ള ഈ റോഡ് യാത്ര വളരെ ഐക്കോണിക്കാണ്. വർഷം തോറും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ റോഡ് യാത്രയ്ക്ക് വേണ്ടി മാത്രമായി വരുന്നത്. ഇതാണ് കാസൽട്ടൺ ടൗൺ. പേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓൾഡ് ഇംഗ്ലീഷ് വില്ലേജാണ്. ഇതും ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ്റെ മെയിൻ ഭാഗമാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു പബ്ബിൽ വന്നാൽ അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. മിക്കവാറും സ്റ്റേക്കാണ് പറഞ്ഞത്. ഞാനൊരു ഗ്രിൽ ചിക്കൻ പറഞ്ഞു. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ബുൾസെഡ് എന്നാണ്. ഇത് കാസൽട്ടണിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറുന്ന ഉള്ളിൽ കാർത്തിക്ക് ബുൾസെഡിൻ്റെ ഒരു ടീഷർട്ടാണ് ഇട്ടേക്കുന്നത്. അത് ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നി. സത്യം പറഞ്ഞു, ഇത് മുൻകൂട്ടി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തേർഡ് ഐ ഉണ്ട്, എനിക്കറിയാം എന്താ സംഭവിക്കാൻ പോണേ. വന്നിട്ടുണ്ടോ? സത്യം പറയണേ. ഉണ്ടടി, ആരുമായിട്ട് അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ഞാൻ ചിക്കനാണ് ഓർഡർ ചെയ്തത്. ഇതാണ് 5 ounce സ്റ്റേക്ക്. ചിപ്സ് ഉണ്ട്, പിന്നെ എന്തോ ഒരു മഷ്റൂം ഗ്രേവി ഉണ്ട്. ഓ, സ്റ്റേക്കും ഉള്ളിവടയും. അപ്പം എങ്ങനെയാ, തുടങ്ങല്ലേ? സംഭവം കൊള്ളാം, വലിയ കുഴപ്പമില്ല. സ്റ്റേക്ക് എങ്ങനെയുണ്ട്? ആരും ചേട്ടാ, ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി, കുഴപ്പമില്ല. പറഞ്ഞേക്ക അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ വിട്ടേക്കാം. ഈ ഒരു വെട്ടം കണ്ടിട്ട് എത്ര മണിയാണെന്നാണ് തോന്നുന്നത്. ഇപ്പം ടൈം ഇവിടെ 9:30 മണിയായി രാത്രിയിൽ. 9:26. ചെറിയ ടൗണാണ്, ഒരു സൂപ്പർ വില്ലേജ്. ഇവിടെ ഞങ്ങൾ പണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതായത് 2024 ഓട്ടം സീസണിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ വഴി കയറി ചെല്ലുമ്പോൾ അങ്ങേയറ്റത്തൊരു ചർച്ചൊക്കെ ഉണ്ട്. ഓട്ടമിൽ ഈ മരത്തിൻ്റെയൊക്കെ ഇലകൾ പല കളറാവും, മഞ്ഞ, റെഡ്, നല്ല ഭംഗിയായിരിക്കും മൊത്തം കാണാൻ. നല്ലൊരു സൂപ്പർ ടൗണത്. ഇത് ഇവിടുത്തെ ഒരു പ്രൈമറി സ്കൂളാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ നമ്മളെന്തായാലും പാർക്കിങ്ങിലേക്ക് നടക്കുക. ഇനി വണ്ടി എടുത്ത് നേരെ ഹോം.
ഈ ഷോപ്പുണ്ടോ, കാസിൽട്ടൺ കോഫി കോ. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ അവിടെ നിന്നൊരു കോഫി പേസ്ട്രി ഒക്കെ മേടിച്ചു. എന്തായാലും ഇത്തവണ ഞങ്ങൾ ഈ ടൗണിൽ വരണം എന്നുള്ള പ്ലാനിലല്ല പീക്ക് ഡിസ്ട്രിക്റ്റ് വിട്ടത്, അതായത് ഹൈക്കിങ് കഴിഞ്ഞ് ഇറങ്ങിയത്. ഞങ്ങൾ പിന്നെ വിശന്ന കാരണം ഇവിടെ ഇഷ്ടംപോലെ പബ്സ് ഉള്ളൊരു ടൗണാണ്. ഇത് കണ്ടില്ലേ, ദ പീക്ക് ഹോട്ടൽ, അതും ഒരു പബ്ബാണ്. ഇപ്പോൾ പബ്സ് ഇഷ്ടം പോലെ. ഇവിടെ വന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ എന്തായാലും വിട്ടേക്കാം. UK പബ്ലിക് പാർക്കിംഗ് ആണ് ഇത്. ഇവിടെ കണ്ടില്ലേ പബ്ലിക് കാർ പാർക്ക് പേ ആൻഡ് ഡിസ്പ്ലേ. അതായത് ഈ കാണുന്ന മെഷീൻ അല്ലെങ്കിൽ ഈ മെഷീൻ, ഇവിടുന്ന് നമുക്ക് പേ ചെയ്യാം. ഓരോ സമയത്തിനും ഡ്യൂറേഷൻ അനുസരിച്ച് ഓരോ പൈസയാണ്. അതിനനുസരിച്ച് ഇവിടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കും. അത് നമ്മൾ കാറിൽ ഡിസ്പ്ലേ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഹലോ, അപ്പം ഞങ്ങൾ തിരിച്ചെത്തിയായിരുന്നു കേട്ടോ. പക്ഷേ പ്രശ്നം എന്നെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഡോർ ഹാൻഡിൽ തുറക്കുന്ന സമയത്ത് തന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ അപ്പം തന്നെ യാത്ര പുറപ്പെട്ടു. പിന്നെ വേറെ എങ്ങും പോയില്ല. അത്രയും ലേറ്റ് ആയിരുന്നല്ലോ, 9:30-10 മണിയാവുന്നായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്ന ഒരു 2.5 മണിക്കൂറേ തിരിച്ചെടുത്തുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോവാം. കുറച്ച് ലേറ്റായി. ഇനിയിപ്പോൾ നാളെ അവധിയാണ്, എന്നാലും ഇപ്പോൾ ഒരു 12:30-1 മണിയായി. അപ്പോൾ ഇനി എന്തായാലും കിടക്കാൻ പോവാം. അടുത്തു. അപ്പോൾ ശരി. അപ്പോൾ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള മറ്റ് വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.